വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ബിലേറ്റഡ് ഓണം വിഷസ്. കണ്ടന്റ് ഈസ് താത്ത കുട്ടികൾ ഓണം ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ചെറുപ്പത്തിൽ കോമ്പോസിഷനിലുണ്ടായിരുന്നു. ഓണം എന്ന് പറയുന്നത് നാഷണൽ ജാതി ഭേദമന്യേ ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ഓണം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ മാർഗ്ഗം കളി കളിക്കാൻ പോയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർഗ്ഗം കളി കളിക്കേണ്ട, അത് ക്രിസ്ത്യൻസിൻ്റെ ആണ് എന്നുള്ളത്. പക്ഷേ വേറെ വഴിയില്ല, കാരണം ഒപ്പനയ്ക്കും തിരുവാതിരക്കളിക്കും ഞാനുണ്ട്. അപ്പോൾ മാർഗ്ഗം കളിക്കും അതേ ടീം തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ മാർഗ്ഗം കളി കളിക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ ഉള്ള ഒരു കാര്യമാണ് ഇതും. കാരണം എല്ലാവരും കളിക്കുമ്പോൾ ഇവർക്കും കളിക്കണ്ടേ, ഇവർക്കും എൻജോയ് ചെയ്യണ്ടേ. പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ നോക്കിയിരിക്കുക. കരയാൻ വേണ്ടിയിട്ടല്ലല്ലോ, സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നല്ലൊരു കാര്യമല്ല. ഇനിയിപ്പോൾ ആര് ഡാൻസ് കളിച്ചാലും ആര് സന്തോഷിച്ചാലും നല്ല കാര്യം തന്നെയാണ്. ദാറ്റ്സ് നോട്ട് എ ക്രൈം. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതേ ടീമും ഇതിൻ്റെ കൂടെ വരുന്ന മറ്റ് റിലീജിയൻസ് ഉള്ളവരും എല്ലാവരും ഇനി ക്രിസ്മസ് വെയിറ്റ് ചെയ്യായിരിക്കും. അന്നത്തെ സമയത്ത് ഇനി ക്രിസ്മസിൻ്റെ ഡാൻസും ന്യൂ ഇയർ പാട്ടും ഡാൻസും, അത് കഴിഞ്ഞാൽ വിഷു വരും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി എല്ലാം ആഘോഷിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നവർ ഇന്നത് കളിക്കാൻ പാടില്ല എന്ന്, അങ്ങനെ ഇന്ന ജാതിക്ക് ഓണം എന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അത് എന്തോ ഹിന്ദു മിത്തോളജി ആയിട്ട് റിലേറ്റ് ആയിട്ട് വന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആഘോഷിക്കുമ്പോൾ നമുക്ക് ജാതി മതം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എന്തും ആഘോഷിക്കാം. ഒന്നും വേണ്ട. നമ്മുടെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ തന്നെ ഓഫീസിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, വൈകുന്നേരം പാർട്ടി എന്ന് പറയും. അതിൻ്റെ കാര്യം എന്താ? നമുക്കൊരു റിലാക്സേഷൻ വേണം. സ്ട്രെസ് ബെസ്റ്റ് ഔട്ട് ആകും ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് ഇവിടെ ഡാൻസ് കളിച്ചു എന്ന് വെച്ചപ്പോൾ എന്ത് സംഭവിക്കാനോ? ഒന്നും സംഭവിക്കാനില്ല. അവർ നന്നായിട്ട് ആടി തിമിർത്ത് ഡാൻസ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇവരിത് ഡാൻസ് ചെയ്യാനുള്ള കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള പെർമിഷനോട് കൂടി തന്നെയായിരിക്കും ആ സാരി കൊടുത്തതും അല്ലെങ്കിൽ സാരി വാങ്ങാനുള്ള പൈസ കൊടുത്തതൊക്കെ വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ലല്ലോ. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും എന്താണെങ്കിലും എല്ലാവരും അടികൂടാണ്ട് നന്നായിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് നന്നായി പോണതാണ് കാണാനും രസം. ഇതിലൊക്കെ നമുക്ക് എതിരഭിപ്രായം പറയേണ്ട ഒരാവശ്യമില്ല. എല്ലാവരും എല്ലാം എൻജോയ് ചെയ്യട്ടെ. ഇവിടെ തന്നെ ചെന്നൈയിൽ തന്നെ ഞാൻ കാണാറുണ്ട്. ഞാൻ മലയാളിയായിട്ട് എനിക്ക് നാണക്കേടാണ്. കാരണം ചെന്നൈയിലുള്ളവരൊക്കെ അവരുടെയാണ് ഓണം, മലയാളീസിൻ്റെ ഓണം എന്ന് പറഞ്ഞാലും ഇവരൊക്കെ ഇവരുടെയാണ് ഓണം എന്നുള്ള ഭാവത്തിലാണ് മെട്രോയിലൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും പിടിക്കലും ഒക്കെ കാണുമ്പോൾ മലയാളിയായ ഞാൻ അതെല്ലാം കണ്ട് ആസ്വദിക്കുക. അപ്പം ഞാൻ സാധാരണ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് എൻജോയ് ചെയ്യണത്. ഓണത്തിന് അങ്ങനെ വരവേറ്റ് നോർത്ത് ഇന്ത്യയിൽ പോലും ആ ഡ്രൈപ്പിസ്റ്റ് ഡിസൈനർ ഡോളി ജെയിൻ വരെ ഇപ്പോൾ ഓണത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ വരുന്നു. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ എല്ലാവരും ഓണത്തിൻ്റെ ഒരു വൈബിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആടി തിമിർത്ത് എൻജോയ് ചെയ്ത് സദ്യയൊക്കെ ഉണ്ട് അടുത്ത ഓണം വരെ ആ ഒരു ഹാങ് ഓവർ ഇരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ഇതൊന്നും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ ചെറുപ്പത്തിൽ ആ കോമ്പോസിഷനൊക്കെ എഴുതിയത്? ജാതി ഭേദമന്യേ ആഘോഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാഷണൽ ഫെസ്റ്റിവൽ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കോമ്പോസിഷൻ ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിധാരം ചിന്തകൾ വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമ്മളൊക്കെ അങ്ങനെയാണ്. ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞാൽ നമ്മൾ വിഷു വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്തത് വെയിറ്റ് ചെയ്യും, നബിദിനം വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബിരിയാണി കിട്ടും മുസ്ലിം ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ക്രിസ്മസിന് ക്രിസ്ത്യൻസിൻ്റെ വൈനും കേക്കും കിട്ടും. ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.